അനുഗ്രഹത്തിന് വേണ്ടി സ്വയം ശരീരത്തെ പീഡിപ്പിക്കുക. ഉദാഹരണം, വേളാങ്കണ്ണി പുതിയ പള്ളിയിൽ നിന്നും പഴയ ബസലിക്കയിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 1.5 കിലോമീറ്റർ ദൂരം അതിൻ്റെ ഇരു സൈഡിലും പ്ലാസ്റ്റർ ഓഫ് പാരീസും സിമൻറ്റും കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന സംസാരശേഷിയില്ലാത്ത, നടക്കാൻ കഴിയാത്ത വിഗ്രഹങ്ങളെ മനുഷ്യ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇരു സൈഡുകളിലുമുണ്ട്. ഇതിൻ്റെ എല്ലാം മുമ്പിൽ വന്ന് ഈ ജനങ്ങൾ വളരെ കാര്യമായിട്ട് നിലവിളിക്കുന്നു, മുട്ടുമേ നിൽക്കുന്നു, കണ്ണുനീരൊഴുക്കുന്നു, ആവലാതികൾ പങ്കുവയ്ക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നറിയാം. ഇനി അതിനേക്കാളെല്ലാം ഉപരി ആ മണലിൽ കൂടി, ചുട്ടുപൊള്ളുന്ന മണലിൽ കൂടി മുഴങ്കാലിൽ നടക്കുന്നു, മുട്ടുകുത്തി നടക്കുന്നു. മടുത്ത് കഴിയുമ്പോൾ 2 കൈയും 2 കാലും കുത്തി നടക്കുന്നു. എന്തിനു വേണ്ടി? അനുഗ്രഹത്തിന് വേണ്ടി. മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ, എന്റെ ഒളിപ്പാതയിൽ ഒളിപ്പൂവു നീ തൂകിയിടുന്നു, എന്റെ കണ്ണീർ കണം തൂവാല പോൽ വാർത്തുന്നു നീ. ഇനി മറ്റൊരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് തല മൊട്ടയടിക്കുന്നു. തലമുടി നീട്ടി വളർത്തി കൊണ്ടുവന്ന മക്കളെ ഉൾപ്പെടെ തല മൊട്ടയടിക്കുന്നു. ആ ബ്ലഡ് ഒലിപ്പിച്ചുകൊണ്ട് കടലിൽ പോയി മുങ്ങിക്കുളിക്കുന്നു. അങ്ങനെ ഒരുപാട് വഴിപാടിൻ്റെ മേഖലകൾ, ഒരുപാട് തലത്തിലുള്ള വഴിപാട്. അവരൊരു മരമുണ്ട്, ആ മരത്തിൽ മക്കളുണ്ടാവുന്നില്ലെങ്കിൽ സഞ്ചി കെട്ടുന്നു, തുണി കെട്ടുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നൂല് കെട്ടുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇനി അതും പോരാഞ്ഞിട്ട് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു പാർട്സിന് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ, കണ്ണിന് ഒരു വിഷയം വന്നാൽ ഉടനെ കണ്ണിൻ്റെ വിഗ്രഹം മേടിച്ചു വയ്ക്കുന്നു, കാലിൻ്റെ വിഗ്രഹം മേടിച്ചു വയ്ക്കുന്നു, കൈയുടെ വിഗ്രഹം മേടിച്ചു വയ്ക്കുന്നു. എല്ലാത്തിനും വളരെ ശ്രേഷ്ഠമായി മനുഷ്യൻ ചിന്തിക്കുന്ന തരത്തിലുള്ള വഴിപാടുകൾ ഉണ്ടാക്കി വയ്ക്കുന്നു. അതെല്ലാം വിഗ്രഹവുമായി ബന്ധപ്പെട്ട വഴിപാടുകളാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാന്നിക്കൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വേളാങ്കണ്ണിയിലെ പ്രധാന പള്ളിയുടെ മുൻപിലുള്ള ആൽമരത്തിൻ്റെ വിശേഷങ്ങളെ പറ്റിയാണ്. ഈ ആൽമരത്തിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇതിന് ചുറ്റും ആൾക്കാർ ഇരിക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ശിഖരങ്ങളിൽ ആൾക്കാർ തൊട്ടിലുകൾ കൊണ്ട് കെട്ടുകയും ചെയ്യുന്നത് കണ്ടു. അതുപോലെ തന്നെ പൂട്ടും താക്കോലും ഇവിടെ ഒരു സ്ഥിരം നേർച്ചയാണ്. ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇവിടെ വന്ന് ഇവിടെ തൊട്ടിൽ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളുണ്ടാകും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതുപോലെ തന്നെ ദുരിതങ്ങളിലും അതുപോലെ ബന്ധനങ്ങളിലും കഴിയുന്ന ആൾക്കാർ പൂട്ടും താക്കോലും അതെല്ലാം വിഗ്രഹവുമായി ബന്ധപ്പെട്ട വഴിപാടുകളാണ്. എന്നാൽ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഞാൻ ഒരിക്കലും, അതായത് യേശുവിൻ്റെ അമ്മയ്ക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മയെ കുറിച്ചല്ല പറയുന്നത്. മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന പൊട്ട വിഗ്രഹങ്ങളും പൊട്ടത്തരങ്ങളെ പറ്റി മാത്രമാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ജനങ്ങൾ ഇതിൽ നിന്നും മാറണം. കാരണം യാതൊരു സംസാരശേഷിയും ഇല്ലാത്ത ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി നിന്നിട്ടാണ് ഈ കോപ്രായങ്ങൾ മുഴുവനും കാണിക്കുന്നത്. അതിന് പറയാനൊരു കാരണമുണ്ട്. അമ്മയില്ലെങ്കിൽ മക്കൾ അനാഥരല്ലേ? അപ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കണം. അമ്മ മുഖേനയാണ് മകൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ലഭിക്കത്തുള്ളൂ എന്ന് തെറ്റായി പഠിപ്പിക്കുകയും തെറ്റായി വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടാണ് കുറേ ജനങ്ങൾ ഈ തരത്തിലുള്ള നേർച്ച കാഴ്ചകൾ വഴിപാടുകളിലേക്കും പോകുന്നത്. ഇനി അതൊരു തലം. രണ്ടാമതൊരു തലം, മനുഷ്യനായി ജനിച്ച് അവരോട് മധ്യസ്ഥ യാചിച്ച് അവരുടെ മുമ്പിൽ 100ഉം 150 കിലോമീറ്ററും തീർത്ഥാടനമാണ് എന്ന് പറഞ്ഞ് ദിവസങ്ങൾ നടന്ന് വേദനിച്ച് ചെല്ലുന്നു. അത് മറ്റൊരു വഴിപാട്. ഇത് ഈ ചെയ്യുന്നവരോട് ചോദിച്ചാൽ അവർക്കറിയത്തില്ല. അവർ ചെയ്യുന്നു, ഞങ്ങളും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇതെങ്ങനെ ചെയ്യണം, ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു എന്നൊരു ചോദ്യം ചോദിക്കരുത്. ചോദിച്ചാൽ അവരെ ദേഷ്യപ്പെടും, തെറി പറയും, ഒച്ചപ്പാടുണ്ടാക്കും, ബഹളങ്ങളുണ്ടാക്കും. പിന്നെ അത് ഒരുപാട് ബഹളത്തിലേക്ക്
അവർ മാറി. കാരണം വചനം അറിയത്തില്ല, യഹോശുവയെ അറിയത്തില്ല, യഹോശുവയുടെ നാമം അറിയത്തില്ല, യഹോശുവയിൽ നിന്നും എങ്ങനെ അനുഗ്രഹം വരുമെന്നറിയത്തില്ല. അറിയാവുന്നത് മുഴുവനും വിശുദ്ധന്മാരുടെ പേരുകളും മാതാവിനോടുള്ള നേർച്ച കാഴ്ചകളും മാത്രം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 3-5 വാക്യങ്ങള്, യേശുവിന്റെ അമ്മ അവനോട് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. യേശുവും ശിഷ്യന്മാരും മാതാവും കൂടി ഒരു കല്യാണത്തിന് പോയ ഉള്ളടക്കമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അവിടെ വീഞ്ഞ് തീർന്നു, സ്വാഭാവികമാണ്. മാതാവ് വീഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞു. അവിടെ വീഞ്ഞ് ഉണ്ടാക്കാൻ പറയുന്നില്ല. ഇവിടെ യേശു പറയുന്ന സ്ത്രീയെ, അവിടെ അമ്മ എന്നൊന്നും വാക്കൊന്നും യേശു പറഞ്ഞിട്ടില്ല. സ്ത്രീയെ എന്ന് വെച്ചാൽ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഞാൻ ഒരിക്കലും നിന്റെ രക്തത്താലോ അല്ലെങ്കിൽ ഒരു അമ്മ ഗർഭം, അതായത് ഒരു പുരുഷനിൽ കൂടി ഗർഭം ധരിച്ച് ഞാൻ പ്രസവിച്ചത് ആളല്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് അത്യുന്നതനായ ദൈവമാണ്. ഞാൻ മുകളിൽ നിന്ന് വന്നവനാണ്. ഞാൻ ആരുടെയും ശരീരമോ ആരുടെ രക്തത്തിലോ ഉണ്ടായവനല്ല. അതുകൊണ്ട് എനിക്കും നിനക്കും തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നും ഇല്ല. ഇവിടെ യേശു പറയുന്നു, അവിടെ കുറച്ച് ആളുകളോട് യേശു വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ശിഷ്യന്മാർ പറയുന്നു, നിന്റെ അമ്മയും സഹോദരങ്ങളും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അമ്മയും സഹോദരങ്ങളും എൻ്റെ വചനം പാലിക്കുന്നവരത്രേ എൻ്റെ അമ്മയും സഹോദരങ്ങളും. അപ്പോൾ ഈ അത്യുന്നതനായ ദൈവം മാംസം ജഡമായി ആ ഭൂമിയിലേക്ക് അവതരിച്ചു. സകല മനുഷ്യന്റെയും രക്ഷയ്ക്കായി വന്നതാണ് യേശു ക്രിസ്തു, യഹോശുവ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഒരു മനുഷ്യനോട്, ഒരപ്പന്റെയും അമ്മയ്ക്കും ജനിച്ച ഒരു വ്യക്തിയോട് എനിക്ക് വേണ്ടി യേശുക്രിസ്തുവിനോട് അപേക്ഷിക്കണമെന്ന് ഈ ജനം വിളിച്ചു കൂവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിന് എന്തെങ്കിലും പ്രയോജനങ്ങളുണ്ടോ? ഇതിന് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഇത് ജനത്തിന് അറിയത്തില്ല. കാരണം മനുഷ്യനോട് തന്റെ വഴിപാട് നേരെയാണ്. മനുഷ്യനാണ് വഴിപാട് കൊടുക്കുന്നത്. ആദിമകാലത്ത്, അതായത് വിശ്വാസത്തിലായിരുന്നവർ, ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയവർ, അവർ വിശ്വാസത്തിന്റെ പാത തുടരാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പഠിപ്പിക്കുന്നത് നിങ്ങൾ അവരോട് ആരാധിക്കണം. സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുകയല്ല, വചനത്തോട് ചേർക്കപ്പെടുകയല്ല ചെയ്ത്, മറിച്ച് മധ്യസ്ഥന്മാരോട് നിങ്ങൾ ചേരണം, അവരോട് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പൊ യേശു ക്രിസ്തു എന്തിനാണ് ഭൂമിയിൽ വന്നത്? യേശു എന്തിനാണ് കാൽവരിയിൽ യാഗമായി തീർന്നത്? യേശു ക്രിസ്തു അവരിൽ കൂടിയാണോ ഇനി ഒരു അനുഗ്രഹം തരാൻ പോകുന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും. ഇതറിയില്ലാത്ത ജനങ്ങൾ മെഴുകുതിരി കത്തിക്കും, കൂടുകണക്കിന് മെഴുകുതിരി കത്തിക്കും. ഈ ഞാൻ ആദ്യം പറഞ്ഞ സകല വഴിപാടുകളും കഴിക്കും. ഈ ജനം ചെയ്യുന്നത് മുഴുവൻ സംസാരശേഷിയില്ലാത്ത മനുഷ്യൻ പ്രതിമയാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് മുമ്പിൽ പോയാണ് എന്ന് ചിന്തിച്ചു നോക്കി. എത്രയോ ബാലിശമായ കാര്യങ്ങളാണ്. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 5-6 വാക്യത്തിൽ പറയുന്നു, എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ഏക ദൈവമേ ഉള്ളൂ, യഹോശുവ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായി യേശുക്രിസ്തു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ തന്നെ. അപ്പൊ സകലത്തിന്റെയും അധികാരി യഹോശുവയാണ്. നിനക്കിട്ട് വേറൊരു മനുഷ്യനോട് പോയിട്ട് എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയാനില്ല. ഒരു തലത്തിലും ഒരു ചാൻസ് കൊടുക്കാതെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, മനുഷ്യന്റെയും ദൈവത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥനുള്ളൂ, അത് യേശു ക്രിസ്തുവാ. എന്ന് വെച്ചാൽ ഒരു രീതിയിലും മനുഷ്യൻ വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് യേശു ക്രിസ്തു ഒരേ സമയം മനുഷ്യനും ഒരേ സമയം ദൈവവുമായി. എന്തിന്? ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളും, എല്ലാ കഷ്ടതകളും, എല്ലാ പരിഹാസങ്ങളും, എല്ലാ നിന്ദകളും, എല്ലാ പോരായ്മകളും, എന്ന് വെച്ചാൽ തലച്ചായ്ക്കാൻ മണ്ണുവരമില്ലാതെയുള്ള വേദനകളും കഷ്ടതകളും അനുഭവിച്ച പരിഹാസങ്ങളും ഏറ്റ യേശു ക്രിസ്തു യഹോശുവയ്ക്ക് ഒരു മനുഷ്യന്റെ വേദന അറിയത്തില്ലേ? ഒരു മനുഷ്യന്റെ കഷ്ടത അറിയത്തില്ലേ? ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ട് അറിയത്തില്ലേ? എന്നാൽ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ കാരണം ഇതാണ്, നിന്റെ അകത്ത് വചനമുണ്ടോ? നിനക്ക് യഹോശുവയെ അറിയാമോ? യേശു ക്രിസ്തുവിന് നിന്നെ അറിയാമോ? ഇതാണ് നീ ചിന്തിക്കേണ്ടത്. നിനക്കറിയാവുന്നത് പുണ്യാളന്മാരെയും സഹതമാരെയും ഒക്കെ അറിയത്തുള്ളൂ.
ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹത്തെ അറിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവാണ് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ. അവൻ മൂലം അത് സ്ഥാപിക്കപ്പെടുകയും അത് ഫലപ്രദമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തുവാണ് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ, എന്നേക്കുമായി പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ. യേശു ക്രിസ്തു തന്റെ ശരീരം എടുത്തിട്ട് ഇതെന്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പിൻ. അത്താഴം കഴിഞ്ഞ ശേഷം അവന്റെ രക്തം എടുത്തിട്ട് ഇത് പുതിയ നിയമത്തിന്റെ ഉടമ്പടിയിൽ ഞാൻ സ്ഥാപിക്കപ്പെട്ടു. ഇനി ഒരു മധ്യസ്ഥന്റെ ആവശ്യം നിനക്കില്ല. നിനക്ക് വേണ്ടി ഞാൻ കാൽവറിയിലേക്ക് പോവുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ കാൽവരി ക്രൂശിൽ യാഗമാകാൻ പോവുകയാണ്. ഇനി ഒരു മധ്യസ്ഥൻ നിനക്കില്ല. യഹോശുവയാണ് ഏക ദൈവം. ഇത് ഇരിക്കെ ചാരമാതാവിന്റെ പേപ്പർ കത്തിച്ചു കുടിക്കുന്നു, ദോശയെ കലക്കി കുടിക്കുന്നു. ഇനി പേപ്പർ വയറ്റത്ത് വെച്ച് കെട്ടിക്കിടക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതെല്ലാം. മനുഷ്യനെ അറിവില്ലായ്മയാണോ അറിഞ്ഞുകൊണ്ടാണോ? ഇന്ന് വിദ്യാസമ്പന്നരാണ്. ബൈബിളിൽ നിന്ന് വഴി വായിച്ചാൽ ആ വ്യക്തിക്ക് അറിയാൻ പറ്റും ഇന്ന് നടക്കുന്നത് മുഴുവനും റോങ് ആണ്. ഒരു കാലത്ത് ഞാനും നടന്നതാണ്. ഏതാണ്ട് 100 വീട് 25 വീട് പിച്ചതുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു മധ്യസ്ഥന്റെ മുമ്പിൽ കൊണ്ട് കാണിക്ക വെക്കും. ഏത് പിച്ചതുണ്ട് തലമൊട്ടയടിച്ചു. 100 കിലോമീറ്ററോളം എൻ്റെ ദേശത്ത് നിന്ന് മറ്റൊരു ചർച്ചിലേക്ക് 3 പ്രാവശ്യം നടന്നു. എൻ്റെ ശരീരം ബലഹീനമായി ക്ഷീണിച്ചതല്ലാതെ അവിടെ ഒന്നും വചനമില്ല, അവിടെ ഒന്നും സുവിശേഷമില്ല, അവിടെ ഒന്നും യഹോശുവയെ അറിയാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ ഏത് വ്യവസ്ഥയിലാണ് യഹോശുവയുടെ നാമത്തെ പ്രതി ഒരു വ്യക്തിക്ക് അനുഗ്രഹം കിട്ടുന്നത്? ഇനി പാപബോധനം കിട്ടാതെ ഏത് വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയാലും നിനക്ക് എന്ത് അനുഗ്രഹം കിട്ടും? ഈ അനുഗ്രഹം തരാൻ ദൈവത്തിന് അറിയത്തില്ലേ? എല്ലാ പരിഹാസങ്ങളും നിന്ദകളും പീഡനങ്ങളും ഏറ്റ യഹോശുവയ്ക്ക് തന്നെ ആരാധിക്കുന്ന ജനത്തിന്റെ കഷ്ടത അറിയത്തില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മുമ്പിലേക്ക് വരും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനും ഹാബേലിന്റെ രക്തത്തിനേക്കാൾ, പഴയ നിയമത്തിലെ നീതിമാനായ ഹാബേലിന്റെ രക്തത്തിനേക്കാൾ ഗുണകരമായ രക്തം, ആ രക്തത്തിനേക്കാൾ പുണ്യാക രക്തത്തിനടുത്തില്ലത്രേ നീ വന്നിരിക്കും. ആ രക്തം യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ് നിന്നെ വീണ്ടെടുത്തത്. യേശുവിന്റെ രക്തത്താലാണ് നിന്നെ വീണ്ടെടുത്തത്. ചേറ്റി കിടന്ന പാപത്തിന്റെ അഴുക്ക് ചാലി കിടന്ന എന്നെ വീണ്ടെടുത്തത് യേശുവിന്റെ രക്തത്താല, മധ്യസ്ഥന്മാരുടെ രക്തത്താലല്ല. എനിക്ക് വേണ്ടി ഒരു മധ്യസ്ഥനും ഒരു പുണ്യാളനും എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായിട്ടില്ല. എന്നെ ചേറ്റിക്കിടന്ന പാപത്തിന്റെ അടിത്തട്ടി കിടന്ന് എന്നെ വീണ്ടെടുത്ത് ശുദ്ധീകരിക്കപ്പെട്ടത് എന്റെ യേശുവിന്റെ രക്തത്താല, യഹോശുവയുടെ നാമത്താല എനിക്ക് വിടുതൽ കിട്ടിയത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നേർച്ചയും കാഴ്ചയും വഴിപാടുകളും ഒരു കാലത്ത് ഞാൻ ചെയ്തതാണ്. പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. വെറുതെ സമയം വേസ്റ്റാക്കി പൊട്ട ബിംബങ്ങളുടെ മുമ്പിൽ പോയിരുന്ന് ഏലക്കമാല ഇട്ടും അങ്ങനെ നടന്ന് എന്ത് പ്രയോജനമുണ്ടായി? സമയം വേസ്റ്റ്. വചനം അനുസരിച്ച വചനം കേട്ടപ്പോൾ ആത്മാവ് സംസാരിച്ചു. നിന്റെ പാപത്തിന്റെ മേളിൽ നീ വിടുതൽ ദൈവം തരും. പാപത്തിന് വിടുതൽ തന്നു കഴിഞ്ഞപ്പോഴാ ജീവിതത്തിലെ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. ഇത് കിട്ടാതെ എവിടെ രക്ഷയുണ്ട്? ഇനി ഏതെങ്കിലും ഊമ വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി എന്നാൽ ഈ ഊമ വിഗ്രഹങ്ങൾ പറയും പോരട്ടെ പോരട്ടെ. ഒരിക്കലും ഈ പൊട്ട വിഗ്രഹങ്ങളും നേർച്ച കാഴ്ചകളും ചോദിക്കത്തില്ല. നീ മദ്യപാനിയാണോ, നീ വ്യഭിചാരിയാണോ, അല്ലെങ്കിൽ നീ ഏതെങ്കിലും മോശമായ തിന്മയ്ക്ക് അടിമപ്പെട്ടതാണോ? ചോദിക്കത്തില്ല. കാരണം സംസാരിക്കത്തില്ല, വചനമില്ല, ഒന്നുമില്ല. പിന്നെ ഇതെങ്ങനെ ചോദിക്കും? മറിച്ച് വചനത്തിന്റെ മുമ്പിലേക്ക് നീ വന്നിരിക്കുമ്പോൾ വാള് നിന്റെ ഉള്ളത്തിലൂടെ കയറും. വചനമെന്ന വാൾ നിന്റെ അകത്തൂടെ കയറുമ്പോൾ നിനക്ക് പാപബോധം ഉണ്ടാകും, നിനക്ക് കുത്തുണ്ടാകും. അപ്പൊ നീ മാനസാന്തരപ്പെടും. അപ്പൊ നിന്റെ പാപത്തിനെ ഓർത്ത് നിലവിളിക്കും. അപ്പോ കാൽവരിയിലെ യാഗമായ
ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായ രക്തം നിന്നെ കഴുകി വീണ്ടെടുക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഇത് നിനക്ക് സംഭവിക്കണമെങ്കിൽ നീ മുഴങ്കാലേൽ മണലാരണ്യത്തിൽ കിടന്ന് നടന്നിട്ട് പ്രയോജനമില്ല. നിന്റെ തല മൊട്ടയടിച്ച് കടലിൽ പോയി മുങ്ങി കുളിച്ചിട്ട് പ്രയോജനമില്ല. നിന്റെ കാലിന്റെ കൈയുടെ വിഗ്രഹങ്ങള് ബിംബത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ട് കാര്യമില്ല. മരത്തിന് തൊട്ടിൽ കെട്ടിയിട്ട് കാര്യമില്ല. നീ വചനം കേൾക്കുമ്പോഴാണ് നിന്റെ അകത്ത് വിടുതൽ കിട്ടുന്നത്. യഹോശുവ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വചനത്തിലേക്ക് വാ. ദൈവം നിങ്ങളെ സകലത്തിൽ നിന്നും വിടുവിപ്പാൻ മതിയായവനാണ്. യേശു ക്ലാസ് കേട്ട എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. God bless you. Amen.